ഹായ് മക്കളെ, നമ്മുടെ +2 കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ് ആൻഡ് ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഈ 3 ചാപ്റ്ററിലും മക്കളെ നിങ്ങൾ പഠിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കണം മക്കളെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ചാപ്റ്ററാ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ട 2 റിയാക്ഷൻ ആണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും അതേപോലെ തന്നെ മക്കളെ സ്വാർട്സ് റിയാക്ഷനും. എന്താ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്നറിയോ? എടാ, ഒരു ഹാലോ ആൽക്കൈനിലോട്ട് നിങ്ങൾ സോഡിയം അയോഡൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ അയോഡിൻ എക്സിനെ മാറ്റി അവിടെ കയറി വരും, ആൽക്കൈൽ അയോഡൈഡ് കിട്ടും. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാടാ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. എന്താ അപ്പൊ സ്വാർട്സ് റിയാക്ഷൻ? എടാ, നിങ്ങളൊരു ഹാലോ ആൽക്കൈൻ എടുക്കുക, ആ ഹാലോ ആൽക്കൈനിലോട്ട് നിങ്ങൾ AgF ആഡ് ചെയ്യുക. ആരാ AgF? അത് സിൽവർ ഫ്ലൂറൈഡാ. സിൽവർ ഫ്ലൂറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂറിൻ എക്സിൻ്റെ സ്ഥാനത്ത് കയറി വരും. ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാ ഒരു ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടും. ഈ റിയാക്ഷനാണ് മക്കളെ സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ 2 റിയാക്ഷനാണ്, ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും അതുപോലെ തന്നെ സ്വാർട്സ് റിയാക്ഷനും. അടുത്തത് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. എന്താ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? മക്കളെ, നിങ്ങൾ അനിലീൻ എടുക്കുക, ബെൻസീൻ റിങ്ങിന്റെ മേലെ NH2 വന്നാൽ അതിനെ അനിലീൻ എന്നാ വിളിക്കുക. അതിലോട്ട് ആഡ് ചെയ്യേണ്ട 2 റിയേജന്റുകൾ പഠിക്കണേ, NaNO2ഉം HX അറ്റ് ടെമ്പറേച്ചർ 273 to 278 കെൽവിൻ. അപ്പോൾ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ N2X കടന്നു വരും. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ്. ആരടാ? ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ്. ഇങ്ങനെ ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഈ ഡയസോട്ടൈസേഷൻ റിയാക്ഷനിൽ കിട്ടിയ ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ് ഉണ്ടല്ലോ, അതിലോട്ട് നിങ്ങൾ Cu2X2 ആൻഡ് HX ആഡ് ചെയ്താൽ, ആരെ ആഡ് ചെയ്താലടാ? Cu2X2 ആൻഡ് HX ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു അറൈൽ ഹാലൈഡ് കിട്ടും, അല്ലെങ്കിൽ ഹാലോ അരീന് കിട്ടും. ഇയാളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഹാലോ അരീൻ അല്ലെങ്കിൽ അറൈൽ ഹാലൈഡ്. ഇങ്ങനെ അറൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ അരീന് കിട്ടുന്ന റിയാക്ഷൻ ആണ് സാൻമെയേഴ്സ് റിയാക്ഷൻ. എന്താ വിളിക്കുക? അത് സാൻമെയേഴ്സ് റിയാക്ഷൻ ആണ്. എന്താടാ മക്കളെ നിങ്ങൾ വിളിക്കുക? സാൻമെയേഴ്സ് റിയാക്ഷൻ എന്നാ വിളിക്കുക. അടുത്ത റിയാക്ഷൻ നോക്കടാ, ഗാറ്റർമാൻ റിയാക്ഷനാ. എന്താ ഗാറ്റർമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? എടാ, ഇപ്പോഴത്തെ ഈ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ N2X വന്ന ആളുണ്ടല്ലോ, ആരാ? ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. അതിലോട്ട് നിങ്ങൾ കോപ്പറിന്റെ പൗഡർ ആഡ് ചെയ്യുക. കോപ്പർ പൗഡറും HXും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ X വരും. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ X വന്നാൽ അതാരാ മക്കളെ? ഹാലോ അരീന. ഇങ്ങനെ ഹാലോ അരീൻ ഉണ്ടാക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗാറ്റർമാൻ റിയാക്ഷൻ. എന്താ പേര് മക്കളെ? അത് ഗാറ്റർമാൻ റിയാക്ഷനാ. അടുത്തത് നോക്കടാ, വുഡ്സ് റിയാക്ഷൻ. എന്താ വുഡ്സ് റിയാക്ഷൻ? എടാ, 2 ഹാലോ ആൽക്കൈൻ എടുക്കുക, ഒരു RX ഇപ്പുറത്തും RX. നിങ്ങൾ ആഡ് ചെയ്യേണ്ട റിയേജന്റ് 2 സോഡിയം ആഡ് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് ആരാന്നറിയോ? ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ. ആരെ പ്രസൻസിലാ മക്കളെ? ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാ. അപ്പൊ ഇവിടെയുള്ള 2Xും 2 NAയും കൂടി റിമൂവ് ആവും. ആരാ റിമൂവ് ആവുക? 2 NaX. ബാക്കിയുള്ള ആളുകൾ ഉണ്ടല്ലോ, ഓരോന്ന് ലിങ്ക് ചെയ്യുക. 6ഉം ലിങ്കായി ആൽക്കെയിന് കിട്ടും. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ വുഡ്സ് റിയാക്ഷൻ. ഇവിടെ ഇപ്പൊ 2 ഹാലോ ആൽക്കെയിൻ അല്ല എടുത്തത്. ഇതേപോലെ നിങ്ങൾ 2 ഹാലോ അരീൻ ആണെങ്കിൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ X വന്നാൽ ഹാലോ അരീന. ഇവിടെയും അതേപോലെ തന്നെ നിങ്ങൾ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ X വരുന്ന ആളെടുത്തു. ഇനി ആഡ് ചെയ്യേണ്ട ആളാരാന്നറിയോ? 2 സോഡിയം. അപ്പൊ ഇവിടെയുള്ള Xും ഇവിടെയുള്ള 2 സോഡിയം
ഇവിടെയുള്ള എക്സും കൂടി റിമൂവ് ആവും. ദാറ്റ് ഈസ് ആര് പുറത്തോട്ട് പോകും മക്കളെ? 2 NaX പുറത്തോട്ട് പോയി. ബാക്കി 2 ബെൻസീൻ റിംഗ് ഉണ്ടല്ലോ, ആ 2 ബെൻസീൻ റിംഗ് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആരെ കിട്ടുമെന്നറിയോ? ബൈഫീനൈൽ അല്ലെങ്കിൽ ഡൈഫീനൈൽ. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഫിറ്റിക് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷനിൽ ഹാലോ ആൽക്കൈൻ ആണെങ്കിൽ ഫിറ്റിക് റിയാക്ഷനിൽ നിങ്ങൾ എടുക്കേണ്ടത് ഹാലോ അരീനാണ് എന്നോർത്താൽ മതി. ഇനി നോക്കടാ അടുത്തത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എന്താടാ? ഒരു ഹാലോ ആൽക്കൈൻ RX എടുത്തു, അതുപോലെ തന്നെ അതിലോട്ട് നിങ്ങൾ 2 സോഡിയം ആഡ് ചെയ്തു. ഇനി അപ്പുറത്ത് എടുക്കുന്നത് ഒരു ഹാലോ അരീനാണ്. ഇതിന് നിങ്ങൾ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടെയുള്ള എക്സ്, ഇവിടെയുള്ള 2 Na, ഇവിടെയുള്ള എക്സ് ഒരുമിച്ച് അങ്ങോട്ട് റിമൂവ് ആവും. ബാക്കിയുള്ളത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു R ഗ്രൂപ്പ് വരും. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ R ഗ്രൂപ്പ് വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ബെൻസീൻ. എന്താ വിളിക്കുക മക്കളെ? ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാക്കാൻ പറ്റും. ഈ റിയാക്ഷനാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് റിയാക്ഷൻ ഹാലോ ആൽക്കൈൽ നിങ്ങൾ പഠിക്കേണ്ടത്. എടാ, ഞാനൊരു ക്ലോറോ ബെൻസീൻ എടുത്തു, ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ക്ലോറിൻ വന്നാൽ നിങ്ങൾ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ക്ലോറോ ബെൻസീൻ. അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നു NaOH ആഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ 623 കെൽവിനാ, പ്രഷർ 300 atm. ഒരു ആളും കൂടി ആഡ് ചെയ്യണം, H+, ഒരു ആസിഡ് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഈ OH ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് കടന്നു വരും. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ OH വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഫീനോള്. എന്താ വിളിക്കുക? ഫീനോള്. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഡൗസ് പ്രോസസ്. എന്താ വിളിക്കുക മക്കളെ? ഡൗസ് പ്രോസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട റിയാക്ഷൻസ് പറഞ്ഞു. അടുത്തത് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ആരാന്നറിയോ? ഫസ്റ്റ് ക്യുമീൻ പ്രോസസ്സാ. എടാ, ഒരു ക്യുമീൻ എടുത്ത് അതിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുക? ഓക്സിജൻ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ COOH എന്ന് പറയുന്ന ആളുണ്ടാവും. ആരാ? COOH ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. ആ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡിനെ നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഫീനോള് കിട്ടും. ആരെ കിട്ടും? ഫീനോള്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആരാന്നറിയോ? CH3COCH3. കേട്ടിട്ടുണ്ടാവും മക്കളെ. ഇയാളെ നിങ്ങൾ വിളിക്കുന്ന പേര് അസറ്റോൺ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? അസറ്റോൺ. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേര് ക്യുമീൻ പ്രോസസ്. എന്താ വിളിക്കുക? ക്യുമീൻ പ്രോസസ് എന്നാ വിളിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണടാ. ക്യുമീൻ പ്രോസസ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്യുമീൻ പ്രോസസ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ശ്രദ്ധിച്ചോ, വളരെ പ്രധാനപ്പെട്ട അടുത്ത റിയാക്ഷനാണ് കോൾബ്സ് റിയാക്ഷൻ. ഫീനോളിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആളുകൾ ഇത്ര പഠിച്ചോ: NaOH, കാർബൺ ഡൈ ഓക്സൈഡ്, H+. ആരൊക്കെ ആഡ് ചെയ്യേണ്ടതാ? NaOH, കാർബൺ ഡൈ ഓക്സൈഡ്, H+ ആഡ് ചെയ്താൽ ആ ഫീനോളിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ COOH ഗ്രൂപ്പ് കടന്നു വരും. ആ പ്രോഡക്റ്റിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ സാലിസിലിക് ആസിഡ്. എന്താ വിളിക്കുക? സാലിസിലിക് ആസിഡ്. അപ്പൊ ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് കോൾബ്സ് റിയാക്ഷൻ. അപ്പൊ എന്താ സാറേ? റീമർ ടീമൻ റിയാക്ഷൻ. ഇതൊന്നും കണ്ടു നെട്ടണ്ട, ഇതൊക്കെ ഇന്റർമീഡിയറ്റാ, ഇതൊന്നും പഠിക്കണമെന്നില്ല. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ഒരു റീമർ ടീമൻ റിയാക്ഷൻ നടത്തുമ്പോൾ ഒരു ഫീനോളിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആള് CHCl3, NaOH ആൻഡ് H+. പഠിച്ചു വെച്ചോ, അത്ര പഠിച്ചാൽ മതിയടാ. എന്തൊക്കെ ആഡ് ചെയ്യണം റീമർ ടീമൻ റിയാക്ഷനിൽ? CH3, NaOH, അതുപോലെ തന്നെ H+. ഈ 3 ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ ഫീനോളിൻ്റെ OHൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ CHO ഗ്രൂപ്പ്,
ആരാ CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ആൽഡിഹൈഡാ. അങ്ങനെ OHന്റെ തൊട്ടടുത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് സാലിസിൽ ആൽഡിഹൈഡ്. പഠിച്ചോ? ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷന്റെ പേരാണ് റീമർ ടീമൻ റിയാക്ഷൻ. എന്താ പേരിടാ മക്കളെ? അത് റീമർ ടീമൻ റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലടാ? ഓക്കെ ആണ്. യെസ്. നെക്സ്റ്റ്, വില്യംസൺ ഈതർ സിന്തസിസ്. ഒന്നുമില്ലടാ മക്കളെ, ഞാൻ RX എടുത്തു. ആരാ ഈ RX എന്ന് പറയുന്ന ആള്? ഹാലോ ആൽക്കെയിൻ എടുത്തു. ഹാലോ ആൽക്കെയിൻ. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ആള് RONA. ആരാ ആഡ് ചെയ്യുന്നത്? RONA. ഈ RONA നിങ്ങൾ വിളിക്കുന്ന പേരാണ് സോഡിയം ആൽക്കോക്സൈഡ്. RONA നിങ്ങൾ വിളിക്കുന്ന പേരെന്താടാ? അത് സോഡിയം ആൽക്കോക്സൈഡാ. RONA എന്ന് പറയുന്ന ആള്. ഈ RONA ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടുത്തെ Nഉം Xഉം കൂടി റിമൂവ് ആവും. ആരാ? Nഉം Xഉം കൂടി റിമൂവ് ആയാൽ കിട്ടുക NaX. ബാക്കിയുള്ളവരങ്ങോട്ട് ലിങ്ക് ചെയ്യുക, ROR ആ കിട്ടുക. ബാക്കി RORനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഈത്തർ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഈത്തർ. ഇങ്ങനെ സോഡിയം ആൽക്കോക്സൈഡും ഹാലോ ആൽക്കെയിനും വെച്ച് ഈതർ ഉണ്ടാക്കുന്ന ആ പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരാണ് വില്യംസൺ സിന്തസിസ് അല്ലെങ്കിൽ വില്യംസൺ ഈതർ സിന്തസിസ്. എന്താ വിളിക്കടാ? വില്യംസൺ സിന്തസിസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ വില്യംസൺ ഈതർ സിന്തസിസ് എന്ന് വിളിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചേക്കണം. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ള വലിയ ചാപ്റ്റർ, ഏറ്റവും വലിയ ഓർഗാനിക്കിലെ ചാപ്റ്ററാ. ആരാ? ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള റിയാക്ഷൻസ് ആണ് മക്കളെ റോസൻമൺസ് റിഡക്ഷനാ. എടാ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈഡ്രജൻ ആഡ് ചെയ്യല. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈഡ്രജൻ ആഡ് ചെയ്യല. നിങ്ങളൊരു ബെൻസോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഒരു അസൈൽ ക്ലോറൈഡ് എടുത്തു, COCl ഗ്രൂപ്പ് വരുന്ന ആൾക്കാരാണ് അസൈൽ ക്ലോറൈഡ്. അതിലോട്ട് നിങ്ങൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് PDBaSO4, പലേഡിയം ആൻഡ് BaSO4. അപ്പൊ നിങ്ങൾക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടും. ആരെ കിട്ടും മക്കളെ? ബെൻസാൾഡിഹൈഡ്. അങ്ങനെ ബെൻസാൾഡിഹൈഡ് കിട്ടുന്ന ഈ റിയാക്ഷന്റെ പേരാണ് റോസൻമൺസ് റിഡക്ഷൻ. ആരാടാ? റോസൻമൺസ് റിഡക്ഷൻ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു റിഡക്ഷനാ മക്കളെ, അത് സ്റ്റീഫൻ റിഡക്ഷനാ. ആരാ? സ്റ്റീഫൻ റിഡക്ഷൻ. നിങ്ങളൊരു നൈട്രിൽ എടുക്കുക, RC∼ നൈട്രിൽ എന്നാ വിളിക്കുക. അതിലോട്ട് നിങ്ങൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ CHNH, ഇയാളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഇമൈൻ. എന്താ വിളിക്കുക? ഇമൈൻ. ഈ ഇമൈനിലോട്ട് നിങ്ങൾ വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൽഡിഹൈഡ് കിട്ടും. ആരെ കിട്ടും മക്കളെ? ആൽഡിഹൈഡ് കിട്ടും. ഇങ്ങനെ ആൽഡിഹൈഡ് കിട്ടുന്ന ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സ്റ്റീഫൻ റിഡക്ഷൻ. എടാ, ഇവിടെ SnCl2 ആൻഡ് HCl. ഇവിടെ പലേഡിയം BaSO4. അതാണ് അവിടുത്തെ വ്യത്യാസം. ഏതൊക്കെ റിഡക്ഷനാ? റോസൻമൺസ് റിഡക്ഷനും സ്റ്റീഫൻസ് റിഡക്ഷനും. അടുത്ത റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ്, എറ്റാഡ് റിയാക്ഷൻ. അതായത് നിങ്ങൾ ടൊളുവീൻ എടുക്കുക. എന്താ ഈ ടൊളുവീൻ എന്ന് പറഞ്ഞാൽ? ബെൻസീൻ റിങ്ങിന്റെ മേലെ CH3 ഗ്രൂപ്പ് വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാ ടൊളുവീൻ. ആ ടൊളുവീനിലോട്ട് നിങ്ങൾ ക്രോമൈൽ ക്ലോറൈഡ് ആൻഡ് കാർബൺ ഡൈസൾഫൈഡ് ആഡ് ചെയ്യുന്നു ആൻഡ് വാട്ടറും. ക്രോമൈൽ ക്ലോറൈഡാ CrO2Cl2, കാർബൺ ഡൈസൾഫൈഡാ CS2 ആൻഡ് വാട്ടർ കൂടി ആഡ് ചെയ്താൽ ബെൻസീൻ റിങ്ങിന്റെ മേലെ CHO. ആരാ മക്കളെ? ബെൻസീൻ റിങ്ങിന്റെ മേലെ CHO, അത് ബെൻസാൾഡിഹൈഡാ. ബെൻസാൾഡിഹൈഡാ കിട്ടുക. ഇങ്ങനെ ബെൻസാൾഡിഹൈഡ് കിട്ടുന്ന ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാടാ മക്കളെ എറ്റാഡ് റിയാക്ഷൻ. എന്താ റിയാക്ഷന്റെ പേര്? എറ്റാഡ് റിയാക്ഷൻ എന്നാ പേര്. വളരെ ഇമ്പോർട്ടൻ്റാ എറ്റാഡ് റിയാക്ഷൻ. ഇനി ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. എന്താ സാറേ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ? ഒരു ബെൻസീൻ എടുത്തിട്ട് അതിലോട്ട് കാർബൺ മോണോക്സൈഡും HCl ആഡ് ചെയ്യുക. എന്താടാ? ബെൻസീൻ റിങ്ങിലോട്ട് നിങ്ങൾ കാർബൺ മോണോക്സൈഡും HCl ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 പ്രസൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടുന്ന
ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ, എന്താ പേര്? ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. എന്താ വിളിക്കുക? ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റാ. ബെൻസീനിനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷന്റെ പേരാണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. മറക്കരുതേ പൊന്നുമക്കളെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്ലെമൻസൺ റിഡക്ഷൻ. എന്താടാ ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരാൽഡിഹൈഡ് എടുത്തു, ആൽഡിഹൈഡാ, CH3CHO. ഇയാളെ മക്കളെ നിങ്ങൾ വിളിക്കുന്ന പേര് എത്തനാൾ എന്ന. അതിലോട്ട് 2 ഹൈഡ്രജൻ ആഡ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അതാണ് പഠിക്കേണ്ടത്. സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ടടാ? 2 കാർബൺ. 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ഉണ്ടാവും. 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ഉണ്ടാവും. ഇനി ഇവിടെ 3 കാർബൺ ആണെങ്കിലോ 3 കാർബൺ ഉള്ള ആൽക്കെയിൻ ഉണ്ടാവും. ഇവിടെ 4 കാർബൺ ആണെങ്കിലോ 4 കാർബൺ ഉള്ള ആൽക്കെയിൻ ഉണ്ടാവും. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാ ക്ലെമൻസൺ റിഡക്ഷൻ. അപ്പൊ ക്ലെമൻസൺ റിഡക്ഷനിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന റിയേജന്റുകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ അത് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl ആണ് എന്ന് നിങ്ങൾ മക്കളെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കടാ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ തോന്നും, സിമ്പിളാ. വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഞാനൊരു കീറ്റോൺ എടുത്തു. ഇതാണ് പ്രൊപ്പൻ ടു ഓൺ അല്ലെ. ഈ കീറ്റോണിലോട്ട് ഞാൻ ഹൈഡ്രസീൻ ആഡ് ചെയ്യുന്നു. NH2NH2 ഹൈഡ്രസീൻ. അപ്പൊ ഇവിടെ നിന്നൊരു 2 ഹൈഡ്രജനും ഇവിടെ നിന്നൊരു ഓക്സിജനും കൂടിയിട്ട് വാട്ടർ റിമൂവ് ആവും. ഒരു ഇന്റർമീഡിയറ്റ് കിട്ടി. അതിലോട്ട് നിങ്ങൾ ആൽക്കഹോളിക് KOH ആൻഡ് എത്തിലീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്താൽ ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അത്ര കാർബൺ ഉള്ള ആൽക്കെയിന് കിട്ടും. ഇവിടെ 3 കാർബൺ അല്ലേ, അപ്പൊ 3 കാർബൺ ഉള്ള ആൽക്കെയിന്, ദാറ്റ് ഈസ് പ്രൊപ്പെയിൻ. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. എന്താ പേര്? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്നാ വിളിക്കുക. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ് കെന്നിസാരോ റിയാക്ഷൻ. ആരാ? കെന്നിസാരോ റിയാക്ഷൻ. എന്താടാ കെന്നിസാരോ റിയാക്ഷൻ? നിങ്ങൾ 2 ആൽഡിഹൈഡ് എടുത്തു. അതിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റഡ് NaOH ആഡ് ചെയ്തു. ആരെ ആഡ് ചെയ്യണത് മക്കളെ? കോൺസെൻട്രേറ്റഡ് NaOH. അപ്പോ ഒരു കാർബൺ, ഇവിടെയുള്ള 2 കാർബണിൽ 1 കാർബൺ ആൽക്കഹോൾ ആയിട്ട് മാറും. മറ്റേ കാർബൺ ഉണ്ടല്ലോ, ഇതിൽ 2 കാർബൺ ഉണ്ടല്ലോ, 1 കാർബൺ ആൽക്കഹോൾ ആയിട്ട് മാറും. വേറൊരു കാർബൺ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ആരായിട്ട് മാറൂടാ? സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. പഠിച്ചു വെച്ചേക്കണേ പൊന്നുമക്കളെ. എന്താടാ? 2 ആൽഡിഹൈഡ് ഉണ്ട്, 1 കാർബൺ ആൽക്കഹോൾ ആയിട്ടും മറ്റേ കാർബൺ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്ന ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് കെന്നിസാരോ റിയാക്ഷൻ. എന്താ വിളിക്കടാ? അത് കെന്നിസാരോ റിയാക്ഷൻ ആണ്. ലാസ്റ്റ് റിയാക്ഷൻ ആ മക്കളെ, ഹെൽവോളാഡ് സെലിൻസ്കി റിയാക്ഷൻ. HVZ റിയാക്ഷൻ എന്നൊക്കെ വിളിക്കും. HVZ റിയാക്ഷൻ അല്ലെങ്കിൽ ഹെൽവോളാഡ് സെലിൻസ്കി റിയാക്ഷൻ. എന്താ മക്കളെ ഹെൽവോളാഡ് സെലിൻസ്കി റിയാക്ഷൻ? ഞാനൊരു കാർബോക്സിലിക് ആസിഡ് എടുത്തു, COOH ഉള്ള ആള്. അതിലോട്ട് X2 ഹാലജൻ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് റെഡ് P അല്ലെങ്കിൽ റെഡ് ഫോസ്ഫറസ്. അപ്പോൾ ഈ കാർബോക്സിലിക് ആസിഡിന്റെ COOH കണക്ട് ചെയ്ത കാർബൺ ആരാ? ആൽഫ. ആ ആൽഫയിലോട്ട് ഒരു X ആഡ് ചെയ്യുക, അവിടുന്ന് ഒരു H റിമൂവ് ചെയ്യുക. നോക്കണേ, കാർബോക്സിലിക് ആസിഡ് കണക്ട് ചെയ്ത കാർബൺ ആൽഫ, അതിലോട്ടൊരു ഹാലജൻ ആഡ് ചെയ്യുക, അവിടുന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക. ദാറ്റ് ഈസ് ഹാലജൻ ആഡ് ചെയ്തു, ഒരു ഹൈഡ്രജൻ പോയി. ഈ ഹാലജൻ ആഡ് ചെയ്തോടുകൂടി ഇതിന്റെ പേരെന്തായെന്ന് അറിയോ? ഇതല്ലേ ആൽഫ കാർബൺ, ആൽഫയിൽ ഒരു ഹാലജൻ, അപ്പൊ പേരെന്താ? ആൽഫ ഹാലോ, ബാക്കി കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്ന ആ റിയാക്ഷന്റെ പേരാണ് ഹെൽവോളാഡ് സെലിൻസ്കി റിയാക്ഷൻ. ഷോർട്ടായിട്ട് അതിനെ HVZ റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലടാ മക്കളെ? നിങ്ങളുടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഓർഗാനിക്കിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻസ് ആണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിർബന്ധമായിട്ടും ഈ റിയാക്ഷൻസ് എഴുതി പഠിച്ച് സെറ്റാക്കണേ മക്കളെ. എക്സാമിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു റിയാക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും. ഓക്കെ അല്ലടാ മക്കളെ? റെഡിയല്ലേ? പഠിക്കണം, പഠിച്ച് എഴുതി പഠിക്കാൻ വേണം, എന്നാൽ അതൊക്കെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, താങ്ക് യു.